ഗോപൻ, ഈ ദുരന്ത പുനരധിവാസത്തിൻ്റെ ലോകമാതൃകയാണെന്ന് വേണമെങ്കിൽ പറയാം വയനാട് ടൗൺഷിപ്പ്. കേരളത്തിലെ ഭാവിയിലെ കമ്മ്യൂണിറ്റി ലിവിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലും അങ്ങനത്തെ ഒരു പ്രാധാന്യമുണ്ട്. അതേസമയം അതിനെ അത്തരത്തിൽ കാണുകയും അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതൊക്കെ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെടുകയും ചെയ്തു. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതികരണം. നേരത്തെ ഈ ദുരന്തങ്ങളോടുള്ള മാനവരാശിയുടെ പ്രതികരണം അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു അന്നേരം ആശ്വാസം കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു. റിലീഫ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച്. ലോകമെമ്പാടും ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു മുൻകൈയിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെയും ആധുനികമായിട്ടുള്ള വിജ്ഞാനത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ഈ സമീപനത്തിനകത്ത് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ റിലീഫ് സെൻട്രിക് എന്ന് പറയുന്നത് മാറിയിട്ട് ദുരന്തങ്ങൾ സംഭവിക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള നടപടി മുതൽ ദുരന്തങ്ങൾ എന്നിട്ടും സംഭവിച്ചു പോയാൽ അവർക്ക് മെച്ചപ്പെട്ട ജീവിത പരിസരം തിരികെ കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു റിഹാബിലിറ്റേഷൻ പാക്കേജ് അടക്കമുള്ള ഒരു സമഗ്രമായിട്ടുള്ള സംവിധാനമായി ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്ന സംഗതി ലോകമെമ്പാടും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളം കണ്ട ഏറ്റവും ഭീതിതമായ ദുരന്തങ്ങളിൽ ഒന്നാണ് മുണ്ടക്കൈ ചൂരൽമല, പുഞ്ചിരിമട്ടം തരത്തിലായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു വലിപ്പം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെബ്രിസ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും കല്ലും എല്ലാം കൂടി കുത്തിയൊടിച്ചിട്ട് അത് ഒഴുകി വരുന്നതിനാണ് പറയുന്നത്. ആ ഡെബ്രിസ് ഫ്ലോ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളത് ഏറ്റവും വലുതാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ നടന്നത്. മരണം മറഞ്ഞു പോയത് തിരിച്ചു കിട്ടാത്ത മനുഷ്യർ, എത്രയോ ആളുകളുടെ ജീവിതം, ഒരു നാട്, ഏതാനും വാർഡുകളുള്ളൊരു നാട് അപ്പാടെ തകർന്നു പോയ, പ്രളയത്തിൽ പോലുമില്ല, പ്രളയത്തിന് വെള്ളം പൊങ്ങി കുറച്ച് പ്രയാസം ഉണ്ടായി. ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ അവിടെ എല്ലാവരും അവിടെ തന്നെ തിരിച്ചു പോയി താമസിച്ചു, അവിടെ തന്നെ വീട് വെച്ച് കൊടുത്തു അല്ലേ. കുട്ടനാട് പോലെ ഒരു താലൂക്കിനെ മുഴുവൻ നമ്മൾ അവരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചെങ്കിലും 15 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ നാടിനെ തിരിച്ചു പിടിച്ചു, അവിടെ കൊണ്ട് ആളുകളെ ആക്കി കൊടുത്തു, ആ വീടൊക്കെ കഴുകി വൃത്തിയാക്കി പുതിയ വീട് വേണ്ടെടുത്ത് വെച്ചു കൊടുത്തു. ഇതല്ല, ആ നാടങ്ങ് പോയി. ആ ഒരു ദുരന്തമുണ്ട്. അതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ്. റിലീഫുണ്ട്, റെസ്ക്യൂ ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പം ചെയ്യേണ്ട അടിയന്തര നടപടികളുണ്ട്. മാത്രമല്ല അതിലും മാതൃകയായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആ ദുരന്തമുണ്ടായി 30-ാം പൊക്കം ഏതാണ്ട് 1100 കുടുംബങ്ങളെ, 1100 ആളുകളെ നമ്മൾ ക്യാമ്പുകളല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വീടുകളിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ വാടകയ്ക്കോ സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകളിലേക്കോ മാറി. 27-ാം പൊക്കം ആ പ്രദേശത്തെ പള്ളിക്കൂടം വേറൊരു സ്ഥലത്ത് സ്ഥാപിച്ച് അവിടെ ക്ലാസ് തുടങ്ങി. ആ ഘട്ടത്തിൽ നമ്മൾ നിന്നു. പക്ഷേ പ്രശ്നം ആ വീടുകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് എവിടെയാണ്? അപ്പോൾ അവരൊരുമിച്ച് ഒരു ഭയങ്കരമായിട്ടൊരു വലിയ എല്ലാ വിഭാഗങ്ങളിലുള്ള എല്ലാത്തരം വൈജാത്യങ്ങളുമുള്ള മനുഷ്യർ ഒരു കൂട്ടമായി താമസിക്കുന്ന സ്ഥലമാണല്ലോ അത്. പ്രത്യേകിച്ച് ഒരു കുടിയേറ്റ മേഖല, മലയോര മേഖലയൊക്കെയാണ്. ആ മലയോര മേഖലയിൽ ആളുകൾ പരസ്പരം സഹകരിച്ചും പരസ്പരം പങ്കുവെച്ചും അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. അതാണ് മലയോര മേഖലയുടെ പ്രത്യേകത. കുട്ടനാട് പോലുള്ള വളരെ ഡിഫിക്കൽട്ട് ടെറൈനുകളിലുള്ള പ്രത്യേകത. സാധാരണഗതിയിൽ കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ടുള്ള നഗരപ്രദേശങ്ങളിൽ നിന്ന് ഭിന്നമായി മനുഷ്യന്മാർ വലിയ തോതിൽ ഇടപഴകിയാണ് ജീവിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നത് എന്നതാണ്. ഒറ്റയായിട്ട് അവർ വന്ന പരം ഞങ്ങൾ ഒന്നായി ജീവിച്ചവരാണ്, ഞങ്ങളെ പിരിക്കരുത് എന്ന ഡിമാൻഡാണ് വന്നത്. അത് വാസ്തവത്തിൽ ഹൃദയത്തിൽ കൊള്ളുന്നൊരു ഡിമാൻഡാണല്ലോ. അങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓരോരുത്തർക്കും വീട് എന്ന ഇഷ്ടമുള്ള കുറച്ച് കാശ് കൊടുത്തിട്ട് അവരെ പറഞ്ഞയച്ചാൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം അതാണ് അല്ലേ. അവർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ, ഈ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു വർത്തമാനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു നടപടിയിലേക്കാണ് കേരളത്തെ കൊണ്ടെത്തിച്ചത്. അതാണ് നമ്മളിന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വേണ്ടി കൽപ്പറ്റ നഗരത്തിൽ ഒരുക്കുന്ന ഡിസാസ്റ്റർ റെസിലിയൻ്റ് ആയിട്ടുള്ള ദുരന്ത പ്രതിരോധ ശേഷിയുള്ള ഒരു ടൗൺഷിപ്പ് എന്നതിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ
സർക്കാർ ദുരന്തബാധിതർക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു വീടല്ല, ഒരു ഭവന സമുച്ചയവുമല്ല, മറിച്ച് സകല സംവിധാനങ്ങളും ആധുനിക രീതിയിൽ തയ്യാറാക്കുന്ന ഒരു മെച്ചപ്പെട്ട ജീവിത പരിസരമാണ്, ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യമാണ് അവിടെ ഒരുക്കുന്നത്. ആ സ്ഥലത്തുള്ള പ്രവൃത്തികളുടെ, നമ്മളിപ്പോൾ വീടുകളല്ലേ കാണുന്നത്, അതിനകത്തുള്ള ഘടകങ്ങൾ, അവിടെ നിർമ്മിക്കുന്ന ഘടകങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. പാലമുണ്ട്, കലുങ്കുകളുണ്ട്, അതിലൂടെ ഒഴുകുന്ന നീർച്ചാലുകളുടെ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഇതുപോലെ ഓരോ സൂക്ഷ്മ ഘടകങ്ങളും അതിനകത്തുണ്ട്. അവിടുത്തെ വൈദ്യുതി വിതരണ ലൈനുകളെല്ലാം ഡക്റ്റുകളിൽ കേബിളുകളായിട്ടാണ് പോവുക. അത് ഓരോ വീടിൻ്റെയും പലതരത്തിലുള്ള മലിനജലങ്ങൾ സംസ്കരിക്കുന്നതിന് സെൻട്രലൈസ് ഓരോ സോണിലും ക്ലസ്റ്ററിലുമായിട്ട് തയ്യാറാക്കുന്ന പ്രത്യേകം സംവിധാനങ്ങളാണ്. അവിടുത്തെ ജലവിതരണത്തിന് ആ സ്ഥലത്തേക്ക് തടസ്സരഹിതമായി വെള്ളം കൊണ്ടുവരുന്നതിനുള്ള ലൈനുകളും, അത് സ്റ്റോറേജ് അതിൻ്റെ റിസർവോയറും, അതിന് ആ പ്രദേശത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഭൂമിക്കടിയിലുള്ള സംഭവം വിതരണം ചെയ്യുന്നതിന് ഓവർഹെഡ് ടാങ്കും അടക്കം വിപുലവും ശാസ്ത്രീയവുമായിട്ടുള്ള ജലവിതരണ സംവിധാനമാണ്. വൈദ്യുതി വിതരണത്തിന് തടസ്സരഹിതമായിട്ടുള്ള എനർജി സംവിധാനത്തിന് എന്താണ് ചെയ്തിട്ടുള്ളത്? ആവശ്യമുള്ളത്ര പുതിയ സബ്സ്റ്റേഷനുകളടക്കം കേബിൾ ലൈൻഡ് ആയിട്ടുള്ള സംഗതിയാണ് അവിടെ നടന്നുകൊണ്ട്. ഇതൊക്കെ ഭാവനയല്ല, ഇപ്പോൾ പണി പൂർത്തിയായി പുരോഗമിച്ച് തീരാറായ പ്രവൃത്തികളാണ്. ആരോ ഒരാൾ പറയുന്നത് കേട്ടു, ഈ വീടിനകത്തൊരു കക്കൂസ് കുഴി പോലും ഇല്ലല്ലോ എന്ന് പറയുന്നത്. വീടിൻ്റെ മതിലിനകത്ത് കക്കൂസ് കുഴി ഉള്ള വീടല്ല അവിടെ പണിയുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മളുടെ എറണാകുളം നഗരം, നമ്മുടെ ഒരു മെട്രോ നഗരം നാളെ എങ്ങനെയാവണം എന്നാഗ്രഹിക്കുന്നത്, അവിടുത്തെ സീവേജ് നമ്മുടെ രണ്ട് തരത്തിലുണ്ട്. ഒരു സ്റ്റോം വാട്ടർ വന്നിട്ടുണ്ടെങ്കിൽ, പ്രളയജലം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രളയജലം ഒഴുകിപ്പോയി സുരക്ഷിതമായി പോകണം. ആ സുരക്ഷിതമായി പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എറണാകുളം നഗരത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ തോടുണ്ടല്ലോ, അതൊക്കെ അഴുക്ക് മാറ്റി വൃത്തിയാക്കി കടലിലേക്ക് അത് ഒഴുകിപ്പോകുന്നുള്ള സംവിധാനം ഉണ്ടാകണം, ഇല്ലേ? രണ്ടാമത്തത്, നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള ഒരു ഗ്രേ വാട്ടർ ഉണ്ട്, കുളിമുറി എന്നുള്ള ഗ്രേ വാട്ടർ ഉണ്ട്, അത് സംസ്കരിക്കാനൊരു സംവിധാനം വേണം. കക്കൂസിൽ നിന്നുള്ള ബ്ലാക്ക് വാട്ടർ ഉണ്ട്, ഇല്ലേ? അത് സംസ്കരിക്കാൻ. ഇതെല്ലാം പ്രത്യേകം ഓരോ ക്ലസ്റ്ററിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നാളെ നമ്മളുടെ നഗരാസൂത്രണത്തിൽ, നമ്മുടെ ജീവിത പരിസരത്തിൻ്റെ ആസൂത്രണത്തിന് എന്തൊക്കെ വേണമെന്ന് കഷ്ടപ്പെട്ട് നമ്മൾ മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ടോ, ആ മാസ്റ്റർ പ്ലാനുകളുടെ അപ്പാടെയുള്ള പ്രായോഗിക രൂപം കൂടിയാണ് മുണ്ടക്കൈ ചൂരൽമല എന്ന് കണ്ടോണം. അതാണ് അതിൻ്റെ ഒരു ദീർഘദർശിത്വം എന്ന് പറയുന്നത്. അവിടെ അതിന് എത്ര രൂപ ചെലവാകുന്നു എന്നുള്ളത് 1100 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടിൻ്റെ കണക്കിൽ കണക്കാക്കുകയല്ല വേണ്ടത്, മറിച്ച് ഏറ്റവും ആധുനികമായിട്ടുള്ളൊരു, അവർക്ക് മെച്ചപ്പെട്ട ജീവിതം. അപ്പം 3 കാര്യങ്ങളാണ്. ഒന്ന്, UN-ൻ്റെയൊക്കെ സെന്തായി ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട ജീവിത പരിസരം തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ആശയഗതി, ആ ഒരു ആഗ്രഹം ഏറ്റവും പ്രായോഗികമായി നടപ്പിലാക്കുന്നു. 2, ഇങ്ങനെ ഉണ്ടാക്കുന്ന നിർമ്മിതികൾ ആളുകൾ സാധാരണ ദുരന്തത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഒരു പ്രകൃതി പ്രതിഭാസം, ആ പ്രകൃതി പ്രതിഭാസം ഒരു ദുരന്തമായി മാറുന്നത് എങ്ങനെയാണ്? ആ പ്രകൃതി പ്രതിഭാസത്തിന് ഇരയാവാൻ പാകത്തിൽ മനുഷ്യർ അവിടെ ഉണ്ടെങ്കിലാണ് വേണറബിലിറ്റി എന്ന് പറയുന്നതാണ് അവിടെ താമസിക്കുക എന്നുള്ളതാണ്. കടൽ കയറുന്നു, കടലിൻ്റെ അവരത്തൊന്നും ആരും ഇല്ലെങ്കിലോ അതൊരു ദുരന്തമായി മാറത്തില്ല. അത് ദുരന്തമായി മാറുന്നത് വേണറബിൾ ആയിട്ടുള്ള മനുഷ്യർ അവിടെ ഉള്ളപ്പോഴാണ്, താമസ സ്ഥലങ്ങളുള്ളപ്പോഴാണ്. അപ്പോൾ ആ വേണറബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യരെ ഇനിയും വേണറബിൾ ആയിട്ടുള്ള ദുരന്തത്തിന് വിധേയമാകുന്ന സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള ശ്രദ്ധ, അതിന് പ്രതിരോധിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികൾ, അതാണ് രണ്ടാമത്തെ പ്രത്യേകത. 3, അത്തരമൊരു ജീവിത പരിസരത്തിന് നാളത്തെ കേരളത്തിലെ നഗരങ്ങളിൽ, നാട്ടുംപുറങ്ങളിലുള്ള നമ്മുടെ വീടുകളും മറ്റും ചേർന്ന സമുച്ചയങ്ങളിൽ എന്തെല്ലാം മാറ്റം വരണമോ ആ മാറ്റത്തെ എല്ലാം പ്രായോഗികമായി നടപ്പിലാക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് മോഡലും കൂടിയാണ്. അത് നമുക്ക് നാളെ പാഠപുസ്തകമായി കയ്യിൽ വരികയും ചെയ്യും. അതാണ് മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത്. ഇത് ചെറിയ ഒരു ഏർപ്പാടല്ല. അതിൽ നിന്നും ഓരോരുത്തരെയായി പറിച്ചു മാറ്റാൻ കൊണ്ടുപോയവർക്ക് ഇത്തരം ഒരു ചരിത്ര നിയോഗത്തെ തുരങ്കം വയ്ക്കാൻ തിരിച്ചിരിക്കുന്നത്. പക്ഷെ ആ തുരങ്കമല്ലല്ലോ നടക്കുന്നത്. കേരളത്തിൽ അങ്ങനെയാണ്, പലപ്പോഴും ഉണ്ട്.
പല മുന്നോട്ടുള്ള പുരോഗമന നടപടികളെയും പിടിച്ചു വലിക്കാൻ ശ്രമിക്കും. ഭൂപരിഷ്കരണത്തെ പിടിച്ചുവലിക്കാൻ ശ്രമിച്ചു, പക്ഷെ ചരിത്രത്തിൽ ഭൂപരിഷ്കരണമല്ലേ ഉള്ളത്. വികേന്ദ്രീകരണത്തെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു, ചരിത്രത്തിൽ വികേന്ദ്രീകരണമല്ലേ ഉള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മുന്നേറ്റത്തെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ആഗോളമായിട്ട് അറിയപ്പെടുന്നു, അതിനെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. അതാണോ നിന്നത്? താൽക്കാലികമായിട്ടെല്ലാം പക്ഷെ മുന്നോട്ട് പോകും. അത്തരത്തിൽ കേരളം ആർജിച്ച അനുഭവത്തിന്റെ, അറിവിന്റെ, പ്രായോഗിക മാതൃകകളുടെ, മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ട അനുഭവങ്ങളുടെ ഒരു നല്ല അനുഭവമായി, നല്ല പാഠപുസ്തകമായി മുണ്ടക്കൈ ചൂരൽമല മാറും. അത് കേവലം ഒരു പുനരധിവാസ പരിപാടി മാത്രമല്ല എന്ന് കണക്കാക്കിക്കൊള്ളും.